അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല, ബലപ്രയോഗമല്ല. റിയാദിന് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാം എന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ച് ഈ തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും 2 വർഷം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉടമയായി ഇന്ന് റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട ഫൈസലിന് ഇരുട്ടിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ കാഞ്ഞു വെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ടിറക്കിയ കാപാലികന്മാരെ, വിശ്വാസിയെ നിനക്ക് വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലിന്റെ ഈ സദസ്സിൽ ചിതഞ്ഞിരിഞ്ഞു പോയ 3 പൊന്നുമക്കളാണ് മോനെ. 2 വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ 2 വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് 4 പേരെയാ. തന്റെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിൽ എത്തിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഖബറടക്കിയ ഫൈസലിന്റെ വിങ്ങിപ്പെട്ടുന്ന പൊന്നു ഭാര്യ ജസനയോട് വാക്കീ റസൂൽ സദസ്സിൽ പറയാ, നടന്നു പോകുന്ന വഴിയെ റസൂലിന്റെ നിയോഗം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് നടന്നു പോകുന്ന വഴിയെ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തില് കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ് ശരീരത്തിലൂടെ രക്തം കടം തള്ളിയാ തൊടുകുമ്പോ രക്തത്തിൽ കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അതോട് യാസിർ കുടുംബമേ ക്ഷമിക്കണേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്കാണ് പടച്ചറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസിർ കുടുംബത്തോട് മുത്തറസൂല് പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ് ഗുഹ്യസ്ഥാനത്തേക്ക് കൊണ്ടുമറക്കുമ്പോഴും വിചാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസിറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുഅ്മിനത്തായ പെണ്ണിനോട് നാളെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാ. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി. ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു പത്ര സന്തോഷത്തോട്, ഞാനിനി സ്വർഗത്തിലാ. ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എതിർത്ത് ചില ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസല് പള്ളിക്കല ഇമാമിനോട് പറഞ്ഞു തന്നെ അവര് കുന്നാലെന്താ, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ. മുഅ്മിനീങ്ങളെ, 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? മുത്തറസൂലിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാൻ ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ, ഷഹീദ് യാസിറിനെ കൊടുത്ത തിരൂരില് 40 പേരെ മുസ്ലിമാക്കുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ യാസിറിന് വഴിയരികിലിട്ട് നിഷ്ഠൂരമായി കുത്തിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ്. യാസിറിന് ശേഷം ഫൈസലിന് ഇല്ല, വിശ്വാസിയെ കൊല്ലാൻ കഴിയും, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസ്രയെ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരായി മാറുക?
ഇത്തിബാഉ ലിസുന്നത്തിൻ നബി മുസ്തഫ. ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ ആ ജീവിതത്തിലൂ നീ നടത്തണേ അല്ലാ.